നമ്മളെല്ലാവരും കൂടി ഒരു കപ്പലിൽ പോകാമെന്ന് കരുതുക. കപ്പലിൽ കയറി കുറച്ച് ലോങ് റൂട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പെട്ടെന്ന് എത്തുന്ന 1-2 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് അല്ല, 1-2 ദിവസമുള്ള ട്രാവലിംഗ് ആണ്. അങ്ങനെ നമ്മൾ കപ്പൽ കുറേ മുന്നോട്ട് നീങ്ങി, രാത്രിയായി. പെട്ടെന്ന് പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട്. ഈ കപ്പലിന് വന്നിട്ട് വെള്ളം നന്നായിട്ട് അടിക്കുന്നുണ്ട്. പുറത്ത് നന്നായിട്ട് മഴ പെയ്യാനും തുടങ്ങി, നല്ല ശക്തിയായിട്ട് വന്നടിക്കുന്നുണ്ട്. കൂടെ നമ്മളതിൻ്റെ അകത്തുള്ള ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും അങ്ങ് പോയി. നമ്മൾ ഇരുട്ടത്തായി നമ്മളെല്ലാവരും കൂടി. അപ്പോൾ നമ്മൾപ്പെട്ട കുറേ ആളുകൾ ചോദിച്ചു, അല്ല നമ്മളിതിൻ്റെ അകത്ത് നല്ല സംവിധാനത്തിൽ സെക്യൂറായിട്ട് പോകാൻ വേണ്ടിയിട്ട് പണമൊക്കെ കൊടുത്ത് കയറിയല്ലേ, എന്ത് ഇവർ ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത, ഇതിൽ ക്യാപ്റ്റനൊന്നുമില്ലേ കപ്പലിലെന്ന് ചോദിച്ചു കുറച്ച് ആൾക്കാരിങ്ങനെ. അവിടെയുള്ള ജോലിക്കാർ അവരെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാ പണി എടുക്കുക എന്നല്ലാതെ ലൈറ്റ് നന്നാക്കാനൊന്നും വരുന്നത് കാണുന്നില്ല. എന്നാൽ നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ കാര്യം കണ്ടപ്പോൾ മനസ്സിലായി, അവിടെ വയർ ഷോർട്ടായതാണ്. നമ്മുടെ ആ കമ്പാർട്ട്മെൻറ്റ്, ആ ഇരിക്കുന്ന ആ പ്ലേസിൽ മാത്രമാണ്, ഏരിയയിൽ മാത്രമാണ് എന്തില്ലാത്തത്, കറണ്ട് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി. കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ആ കറണ്ട് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് റെഡിയായി. ആ കറണ്ട് അവർ നന്നാക്കി. അങ്ങനെ കപ്പൽ പോയി തിരിച്ചു വന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയൊക്കെ ആയി. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കുണ്ടാവുന്നതാണ്. നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലമാവട്ടെ, നമ്മുടെ ഫാമിലിയിലാവട്ടെ, എല്ലാ ഇടങ്ങളിലും ഇതേപോലത്തെ ഒരു യാത്ര നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒത്തുചേരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കുറേ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും. പ്രോബ്ലംസുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഈവൻ്റ് ടീമിനെ ഏൽപ്പിച്ചതല്ലേ, അവരല്ലേ ഇത് ചെയ്യേണ്ടതെന്നുള്ള ധാരണയിൽ എന്ത് ചെയ്യും, നമ്മളത് മൈൻഡ് ചെയ്യൂല. ഞാനിത് ഇവിടെ പറയുന്നത്, നമ്മൾ ഏതൊരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ മൂന്നാമത്തെ മൈൻഡ് ഉണ്ടായ ആളുകളില്ലേ, ആ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. നമ്മുടെ വർക്ക് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു ടച്ചിങ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുമെങ്കിൽ അവിടെ നമ്മൾ ഇടപെടാൻ തയ്യാറാവുക. ഇത് ആരുടെയൊക്കെയോ വർക്കാണ്, ആരൊക്കെയോ ഏൽപ്പിച്ചതാണെന്ന് കരുതിയിട്ട് നമുക്ക് അറിയുന്ന പല പണികളിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, പല സമയങ്ങളിലും അത് അവർ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ആ കപ്പലിൻ്റെ കപ്പിത്താനാവാൻ പറ്റുക. ഏതൊരു കാര്യത്തിൻ്റെയും ലീഡർഷിപ്പിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നമുക്ക് അറിയുന്ന ഏതൊരു കാര്യവും, നമുക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ ഈസിലി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ള ആ മൈൻഡിൻ്റെ അകത്തേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഒരു കാര്യം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൈൻഡിനെ പ്രിപ്പയർ ആക്കുക.